നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യവകുപ്പിലെ ചികിത്സാ പിഴവുകളും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടും സഭയിൽ ഉന്നയിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ടി വി പ്രസാദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രസാദ്, സഭാതലത്തെ ചൂടുപിടിപ്പിക്കാൻ മാത്രം വിഷയങ്ങളുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള ചികിത്സാ പിഴവ് പരാതികൾ, അതിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കം ഉറപ്പായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തുടർ പ്രതിഷേധങ്ങൾ, എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം, പ്രതിപക്ഷത്തിന്റെ ആലോചന? ടി വി പ്രസാദ്. ശ്രീജിത്ത്, കീർത്തന, ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ വീണ്ടും പുനരാരംഭിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നോ നാളെയോ കൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മാർച്ച് 1-ാം വാരത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ദിവസം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സമീപ ദിവസങ്ങളിലുണ്ടായ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നിയമസഭയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. ഇന്ന് രാവിലത്തെ യോഗം ചേർന്നുകൊണ്ട് അതിൽ ഒരു അന്തിമ പ്ലാൻ അവർ തയ്യാറാക്കും. ചികിത്സാ പിഴവടക്കം, ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം, ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേറ്റിവിറ്റി ബില്ലിനുള്ള ബില്ല് ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വന്നേക്കും എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങളെല്ലാം അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും അവസാന നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ പ്രശ്നവും അതുപോലെ ആഗോള അയ്യപ്പ സംഗമവും തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പ്രധാനമായി. ശ്രീജിത്ത്, കീർത്തന. ശരി, ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രം നിയമസഭ തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ടി വി പ്രസാദിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.